അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ, മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ. 100ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഉലമ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെൻറ്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി തന്നെ ഈ സമാഹരണങ്ങൾ, ഫണ്ട് സമാഹരണങ്ങളുമായി 100ാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ. പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ സഹകരണം, സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് എന്നുകൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള വഴി എന്നാണോ തെളിയുന്നത് അന്ന് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ഉമറാക്കളോടും മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികളോടും എല്ലാ പ്രവർത്തകന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു. ഈ ഫണ്ട് സമാഹരണത്തിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാശ് കൊടുത്തിട്ടില്ല എന്ന്, പാണക്കാട് തങ്ങൾ കൊടുത്തിക്കണ് എന്ന് പറഞ്ഞുകാണ്ട് തങ്ങൾ കൊടുത്താൽ ഞാനും കൊടുക്കും എന്ന് ഉദ്ദേശിക്കുന്നവരോട് മാത്രമാണ് എൻ്റെ വോയിസ്. അല്ലാതെ കൊടുക്കണവർ കൊടുത്തോളും. തങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആണായിട്ട് പറയുന്നു. ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ, സുഹാബി നേതാക്കളിലെ ഒരു കോളാമ്പിയാണ് ഇദ്ദേഹം. KPSK തങ്ങൾ എന്നാ പറച്ചമ്മാട്. ഇദ്ദേഹത്തിന് പണി എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പിൻ്റെ വർത്തമാനം വാട്സപ്പിൽ ഇങ്ങനെ വോയിസ് ഇടുക. ഇപ്പോൾ ഒരു മുഷാവറിൻ്റെ മേലൊരു സംഘമുണ്ട്, അതിൻ്റെ മെയിൻ പ്രസിഡൻ്റാണ്. എല്ലാത്തിൻ്റെയും എല്ലാ ഗർഭത്തിൻ്റെയും തന്ത ഞാനാണെന്ന് പറഞ്ഞിട്ട രീതിയിൽ മുപ്പരാണ്ട് പ്രഖ്യാപിക്കുക, അണികളെ കേട്ടോളണം. പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ യഥാർത്ഥ സമസ്തക്കാർ എന്നിട്ട് ഈ പുട്ടിൽ തേങ്ങേണ്ട പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമസ്തയോട് ഒരു അണുപോലും സ്നേഹമില്ലാത്ത പക്ക രാഷ്ട്രീയക്കാരെക്കാളും അതപതിച്ചൊരു മനുഷ്യൻ പറയാം. സുഹാബികളുടെ ഈ കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ പറയിച്ചെങ്കിൽ അതിൻ്റെ പണി. ഇപ്പം തഹിയക്കെതിരെയാണ് ഈ സംസാരം. സാധുവോ, നിങ്ങളെ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സമസ്ത അതിൻ്റെ പദ്ധതികളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കും. യഥാർത്ഥ സമസ്ത സ്നേഹികളും അതിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചിരിക്കണം ആരാന്ന് ഇന്ന് കാലം തെളിയിച്ച് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വലിയ വർത്തമാനം പറഞ്ഞ് നിങ്ങളാണ് വലിയ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് ആരാ നിങ്ങൾ മെയിൻ ചെയ്യുന്നത്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ തഹിയക്ക് സംഭാവന ചെയ്തിട്ടില്ല, പച്ച നുണ അടിച്ചു വിടുക. എന്നിട്ട് തഹിയയെ മുടക്കാൻ വേണ്ടി തഹിയ തുടങ്ങിയത് മുതൽക്ക് മൂപ്പര് വോയിസ് ഇട്ടതാ. ആരെ ഏറ്റെടുത്ത്? ഈ നളന്തകളുടെ ഈ ചമ്മാടുള്ള കുറച്ച് മുക്കൂട്ട് മുന്നണികളുണ്ട്. അവരെ പോലെയുള്ള ഇതിനെല്ലാം മുടക്കികളായ ആളുകൾ 5 പൈസ നൽകിയിട്ടില്ല. നിങ്ങളെ കാശില്ലെങ്കിൽ ഇവിടെ സമസ്തയുടെ പദ്ധതി വിജയിക്കൂല. ഇവരാണ്ട് സഹകരിച്ചില്ലെങ്കിൽ എല്ലാം പാളിപ്പോവും, എല്ലാം പരാജയപ്പെട്ടു പോകും. ഒരു ലെവലേഷൻ ഉളുപ്പ് എന്ന് പറഞ്ഞത് അടുത്തു കൂടെ പോയില്ലേ ചങ്ങാതി? കാലങ്ങളായി ഇതന്നെ പരിപാടി. ഇയാൾ ഇപ്പോൾ ഈ തഹിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് തഹിയയുടെ ആ ഒരു കാലാവധി, അതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ശേഖരണത്തിൻ്റെ കാലാവധി ഇന്ന് അവസാനിപ്പിക്കുക നിൽക്കുന്ന ഈ സമയത്ത് 23 കോടി കഴിഞ്ഞിട്ടുണ്ട്. തഹിയ 5000 1 കോടി 50 ലക്ഷം പോലും തഹില എന്നാണ് ഇവരെ പോലുള്ള ആളുകൾ അടിച്ചു വിട്ടത്. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സഹകരിച്ചിട്ടില്ല. പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ഇങ്ങനെയുള്ള കുറച്ച് സുഹാബി നളന്തകളും സഹകരിച്ചിട്ടുണ്ട്. ആകെ ആപ്പിലാകുന്ന ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അതിന് 15 ദിവസം കൂടി നീട്ടിയതാണ് പുതിയ വാർത്ത. ആ വാർത്ത ഒന്ന് ആദ്യം കേൾക്ക്. ഇതിൻ്റെ ചെയർമാൻ ബംബ്രാൻ സ്ഥാനം വിളിച്ചിട്ടുണ്ട്, മാഷയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളി നടന്നുകൊണ്ടിരിക്കണം, വേഗം അവസാനിപ്പിക്കൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ലേ, അതുകൊണ്ട് ഒരു 15 ദിവസം പോരെ, ഒരു 15 ദിവസത്തിനും കൂടി നമ്മൾ ഇതിൻ്റെ ആപ്പ് നീട്ടിയിരിക്കുകയാണ്. കണ്ടോ, ഇന്ന് അവസാനിപ്പിക്കേണ്ട തഹിയ ഇനി 15 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ജനങ്ങളിങ്ങനെ വിളിക്കുകയാണ് പൈസ ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട്. സമസ്തയെ വിശ്വസിക്കുന്ന ജനമനസ്സ് എവിടെയാണ് തങ്ങളെ? നിങ്ങളെവിടെ ഉള്ളത്? നിങ്ങൾ മുടക്കാൻ നിൽക്കുക. തഹിയക്ക് ഒരു രൂപയുടെ നയാ പൈസ പോലും കൊടുക്കാത്ത നിങ്ങളെ മഹലിലെ സംവിധാനങ്ങൾ കുറേ ഉണ്ടല്ലോ. സമസ്തയുടെ വലിയ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞാൽ കുറേ ആളുകളുണ്ടല്ലോ അവിടെ തൊപ്പിൻ ടവലും കിട്ടി നടക്കുന്നത്. അവരാരെങ്കിലും ഇതിലേക്ക് വേണ്ട,
ഈ പറയുന്ന സുഹാബി നളന്തകളിലെ ഏതെങ്കിലും ഒരു ആൾ അവരുടെ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഒരു മീഡിയയിലും അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ പോലും തഹിയ്യയുടെ അല്ലെങ്കിൽ ഇത്തരം ചില എല്ലാവരും കൂടിയിട്ടുള്ള പല പരിപാടികൾ നടന്നു, അവിടെ പോലും തഹിയ്യൻ്റെ പോലും ഇവരാരും ഉച്ചരിച്ചിട്ടില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? സമസ്തയുടെ പദ്ധതി പാളിയോ? ജനങ്ങൾ ഏറ്റെടുത്തു. സാധു വേറെന്തെങ്കിലും വല്ല പണി ഉണ്ടെങ്കിൽ അതെടുത്തോളി, നിങ്ങൾ കളിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയോടാണ്, അതിന് മാത്രം നിങ്ങൾ ആരും ആയിട്ടില്ല. വേണമെങ്കിൽ ഈ കപ്പലിൽ കയറിക്കൊള്ളി. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ ചില ആളുകൾക്കൊക്കെ വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ കളിച്ചിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല. ഇത് സമസ്തയോടാണുള്ള കളി തിരിച്ചറിയുന്നത്. ഇപ്പോൾ പണ്ട് ഇതിനൊക്കെ എതിരെ നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില പിരിവുകളൊക്കെ തഹിയ്യയുടെ പിരിവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണോ എന്താ അറിയില്ല, ഏതായാലും അൽഹംദുലില്ലാഹ് സ്വാഗതാർഹമാണ്. നമുക്ക് അങ്ങനെ ചില ആളുകളൊക്കെ ചില പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികം, 100 ഈ ഉമ്മത്ത് വളർന്നു വന്ന അതിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ, ഞാൻ പറഞ്ഞ പൊന്നാനിയിൽ 400 കൊല്ലം മുമ്പ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം മഖ്ദൂമിങ്ങൾ തുടങ്ങിവെച്ച ആ വിപ്ലവം, അത് കേരളത്തിലാകമാനം ലോകത്തു തന്നെയും വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ 100 വർഷത്തെ കാലത്തിൻ്റെ വാർഷികം വരികയാണ്. അതിലേക്ക് തഹിയ്യ എന്ന പേരിൽ ഒരു ഫണ്ട് സമാഹരണം നടക്കുന്നുണ്ട്. സമാഹരണം നടക്കുന്നത് കേവലം ഒരു സമ്മേളനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഈ 100-ാം വാർഷികത്തിൻ്റെ കൂടെ സമൂഹത്തിന് വലിയ അർത്ഥത്തിലുള്ള സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് കൂടി പറ്റുന്ന വിധമാണ് ആ സംഭാവനയെ സമാഹരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും സമ്മേളനത്തിലേക്ക് കഴിഞ്ഞ അടുത്ത ഫെബ്രുവരിയിലാണ്, അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിന് ആവശ്യമായ, അതോടൊപ്പം തന്നെയുള്ള ഇത്തരം സ്വപ്നങ്ങൾക്കും കൂടി ആവശ്യമായ സംഭാവന നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെ വളരെ ആദരവോടുകൂടി പറയാണ്, നിങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ഈ പണിയെടുക്കരുത്. തഹിയ്യ ഫണ്ടിൽ സ്വാദിഖലി ശാബ്ദങ്ങൾ സഹകരിച്ചിട്ടില്ല പോലും. കാര്യം നുണ തട്ടിവിടുക. ഇയാളെ പാവ ആരൊക്കെയോ മോട്ടറാക്കിയിട്ട് ഇങ്ങനെ വിടുകയാണ്. സാധു ഇങ്ങനെ വന്നിട്ട് ഓരോ വോയിസ് ഇടും. ഏതായാലും ബുദ്ധിയുള്ളവരൊക്കെ തിരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഓണംപള്ളിയും അങ്ങനെ പലരും. ഇൻഷാ അല്ലാഹ് ഈ ആളുകളൊക്കെ സമസ്തയുടെ കൂടെ നിൽക്കുക, സമസ്തയെ ശക്തിപ്പെടുത്തുക. ഇപ്പോൾ നിലവിൽ തഹിയ്യയുടെ അവസ്ഥ എന്താണ്? നിങ്ങളെപ്പോലത്തെ ആളുകളോട്, അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈലി വല്ലപ്പുഴ ഈ പ്രതിസന്ധി കാലത്തും ആരുടെ മുമ്പിലും പതറാതെ സമസ്തയുടെ ശബ്ദമായി അഭിമാനത്തോടുകൂടി കാര്യങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കേൾക്കുക. സമസ്ത ചെയ്തു വെച്ച് അതിന്റെ പുറകെ തഹിയ്യയുടെ ഒരു നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് തഹിയ്യ സംവിധാനത്തിന്റെ കപ്പിത്താനായി സാബിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തഹിയ്യ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. തഹിയ്യ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാര് ആഗ്രഹിച്ചതിനേക്കാൾ അത് ബഹുദൂരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി തഹിയ്യ ആപ്പ് സമസ്ത അവസാനിപ്പിച്ചാലും സമസ്തക്ക് വേണ്ടി ഈ സംഭാവന ജാരിയായ സദഖ ഈ ഉമ്മത്ത് നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ പങ്കാളികളാവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നന്മയുടെ കൂടെ നിൽക്കാൻ നമ്മൾ അതല്ലേ ചെയ്തുള്ളൂ. തഹിയ്യ മുടക്കാനോ, തഹിയ്യ ഇല്ലാതാക്കാനോ, തഹിയ്യക്കെതിരെ വോയിസ് വിടാനോ, തഹിയ്യക്കെതിരെ വീഡിയോ ഇറക്കാനോ, തഹിയ്യക്കെതിരെ ആക്ഷേപം ഇറക്കാനോ നമ്മൾ ആരും തയ്യാറായിട്ടില്ല. ഈ ഉമ്മത്ത് ഉലമാക്കളും സാദാത്തുക്കളും നേതാക്കളും ഒന്നിച്ച് തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകും. 3 ലക്ഷം രൂപയാണ് ആദ്യം തഹിയ്യയിൽ നിക്ഷേപിച്ചത്. അതിലും ഒരു സൂചനയുണ്ട്, സമസ്ത ലക്ഷ്യമിടുന്ന ഒരു സൂചന. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായ ബംബറാണ് ഉസ്താദ് സമസ്തയുടെ മുഷാവറ അംഗവും 3 പേരുടെ 3 ലക്ഷം രൂപ ആദ്യം നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മഹാന്മാര് തുടക്കം കുറിച്ചതിനെതിരെ ആരെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അതിനോട് വെറുപ്പുണ്ടായാൽ അതൊക്കെ ആപത്താണ് എന്ന് ഇന്ന് കുറെ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുമ്പ് വോയിസ് വിട്ട ആളുകളൊക്കെ ഇപ്പൊ തൗബ ചെയ്ത് മടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പ് ആക്ഷേപിച്ച ആളുകളൊക്കെ തഹിയ്യയിലേക്ക് ഇപ്പോ അവര് സംഭാവന നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ബക്കറ്റുമായി പള്ളിക്ക് മുന്നിൽ അവർ പിരിവിന് വരുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. എല്ലാവരും ഈ കപ്പലിൽ കയറണം, എല്ലാവരും സമസ്തയുടെ കൂടെ നിൽക്കണം. ഇതൊക്കെ നമുക്കുള്ളതാണ്, നമ്മുടെ ഉമ്മത്തിനുള്ളതാണ്. നമുക്ക് ഈ സംവിധാനങ്ങൾ ഒരുക്കാനാണ്. ഇത് നമ്മുടേതാണ്, ആരെയും മാറ്റി നിർത്താനല്ല. നമ്മളൊക്കെ ഒന്നാണ്. മഹല്ലുകളും മദ്രസകളും സംവിധാനങ്ങളും
തങ്ങന്മാരും ഉസ്താദുമാരും മൗലിയാക്കളും നമ്മൾ ഒറ്റക്കൊട്ടായി തന്നെ മുന്നോട്ട് പോകും. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ വഹാബികളെയും മൗദൂദികളെയും അവരുടെ ചാനലുകളെയും അവരുടെ കുതന്ത്രങ്ങളെയും ഈ വഹാബിസവും മൗദൂദിസവും കാൽഭാഗവും മുക്കാഭാഗവും ഒക്കെ സ്വീകരിച്ച ചില കുതന്ത്രശാലികളെയും അവരെ ഒറ്റപ്പെടുത്തി 100% സുന്നത്ത് ജമാഅത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. പടച്ച റബ്ബ് സഹായിച്ചവരെ രണ്ട് ലോകത്തും സഹായിക്കട്ടെ.